നമസ്കാരം, എല്ലാവർക്കും ജയൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള ഡയറ്റ് മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി പല ആളുകളും ഉപയോഗിക്കുന്ന ഡയറ്ററി മെത്തേഡുകളിൽ വളരെ പോപ്പുലറാണ് കീറ്റോ ഡയറ്റ്, ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, എഗ് ഡയറ്റ് ഇവയെല്ലാം. എന്നാൽ ഇത്തരത്തിലുള്ള ഡയറ്റുകൾ എത്രത്തോളം ഗുണപരമാണ്, എത്രത്തോളം സേഫാണ്, അതെല്ലാമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ അവസാനമായി നമ്മൾ ഒരു നല്ല ഡയറ്ററി മെത്തേഡും പറഞ്ഞു തരുന്നതായിരിക്കും. മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. സാധാരണ ഇത്തരത്തിലുള്ള ഡയറ്റുകളെല്ലാം കീറ്റോ ഡയറ്റ് ആവട്ടെ, എഗ് ഡയറ്റ് ആവട്ടെ, ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആവട്ടെ, ഇവയെല്ലാം ഫോക്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന ന്യൂട്രിയൻറ്റിനെയാണ്. കാർബോഹൈഡ്രേറ്റ് എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ മൂന്ന് മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. ഈ ന്യൂട്രിയൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നൽകുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ കാര്യക്ഷമതമായ പ്രവർത്തനത്തിനും നമ്മുടെ മാംസപേശികളുടെ പ്രവർത്തനത്തിനെല്ലാം വളരെയധികം പങ്ക് വഹിക്കുന്ന ന്യൂട്രിയൻ്റാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാലം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം മറ്റൊരു അൾട്ടർനേറ്റീവ് സോഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഈ ഡയറ്റുകളുടെ ഒക്കെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളും അതാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ശരീരത്തിന് എളുപ്പത്തിൽ കിട്ടാവുന്ന എനർജി അഥവാ കലോറിയുടെ അളവ് കുറയ്ക്കുക. ഇങ്ങനെ ഒരു ഡയറ്ററി പാറ്റേണിലേക്ക് പോകുമ്പോൾ ശരീരം ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും എനർജി കണ്ടെത്തുന്നതാണ്. ഇതുവഴി നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാം എന്നതാണ് ഇത്തരത്തിലുള്ള ഡയറ്റിൻ്റെ പ്രിൻസിപ്പിൾ. ഇത്തരം ഡയറ്റ് ആ രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ലോങ് ടേമായി ഇത്തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സൈഡ് എഫക്റ്റുകളും ഉണ്ട്. ആ സൈഡ് എഫക്റ്റുകൾ എന്താണെന്ന് നോക്കാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുമ്പോൾ ശരീരം സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗപ്പെടുത്തും. എന്താണ് ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്? നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം അതിനെ വിഘടിപ്പിച്ച് ഷുഗറുകളായി രക്തത്തിലേക്ക് എത്തിക്കും. ഈ രക്തത്തിലെത്തിയ ഷുഗറുകൾ പിന്നീട് എത്തുന്നത് നമ്മുടെ ലിവറിലേക്കായിരിക്കും. ഈ ലിവറിൽ നിന്നും ഇത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മസിലുകളിലേക്കും ലിവറിലുമായിട്ട് ഗ്ലൈക്കോജൻ എന്ന ഫോമിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. ഈ ഗ്ലൈക്കോജൻ എന്ന ഈ സ്റ്റോറിനെ ശരീരം ഉപയോഗപ്പെടുത്താൻ തുടങ്ങും. ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അത് ഡിപ്ലീറ്റ് ആയി പോകും. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം കൂടുതൽ നിലനിൽക്കണമെങ്കിൽ ശരീരത്തിൽ ഗ്ലൈക്കോജൻ അത്യാവശ്യമാണ്. ഗ്ലൈക്കോജൻ നിങ്ങൾ ഈ ഡയറ്റ് മുഖേന കുറക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം കുറയുകയും ശരീരഭാഗം പെട്ടെന്ന് കുറഞ്ഞതുപോലെ തോന്നുകയും ചെയ്യും. ഇത് മുഖേന നിങ്ങൾക്ക് മറ്റു പല ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും. നല്ല രീതിയിൽ വെള്ളം കുടിച്ചാലും ശരീരത്തിൽ വെള്ളം നിൽക്കാത്ത അവസ്ഥ ഉണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ ശരീരം ഫാറ്റിലേക്കും പ്രോട്ടീനിലേക്കും കൂടുതൽ എനർജി സോഴ്സിനായി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് കിട്ടേണ്ട എനർജിയുടെ അളവ് കുറയുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമതയ്ക്കും അത് ബാധിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ കോഗ്നിറ്റീവ് എബിലിറ്റിയെ, മെമ്മറി, അതുപോലെ കോൺസെൻട്രേഷൻ, ഈ കാര്യങ്ങളെയെല്ലാം ഇത് ബാധിക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമാണ് സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ്. ഒരുപാട് കാലം തൊട്ട് തന്നെ ചെറുപ്പം മുതലേ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ള ആഹാരമായിരിക്കും അരിയാഹാരം, പ്രത്യേകിച്ച് മലയാളികൾ. ഈ ആഹാരം നമ്മൾ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മാറ്റം, നമുക്ക് അത്തരം ആഹാരത്തിനോടുള്ള ഒരു ക്രേവിങ് പൊതുവായി ഉണ്ടാവും. ആ ക്രേവിങ് നമുക്ക് ഒരുപാട് കാലം നീണ്ടു നിൽക്കും. അത് സൈക്കോളജിക്കലി നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ മൂഡിനെ അത് അഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു സ്ട്രെസ് സ്റ്റേറ്റിലൂടെ പോകേണ്ടി വരും. ഈ സ്ട്രെസ് സ്റ്റേറ്റിലൂടെ പോകുന്ന സമയത്ത് ശരീരം കൂടുതൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. കോർട്ടിസോൾ എന്ന ഹോർമോൺ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണാണ്. ഈ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വീണ്ടും സ്റ്റോർ ചെയ്ത ഷുഗറുകളെ രക്തത്തിലേക്ക് കൂടുതലായി ഇത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടും. ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കൊഴുപ്പുകൾ ശരീരത്തിൽ പല ഭാഗത്തായിട്ട് കുമിഞ്ഞു കൂടാനും തുടങ്ങും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഡയറ്റുകളെല്ലാം വളരെ മോശമാണെന്നും ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നല്ല. എന്നാൽ അത് നിശ്ചിത കാലയളവിൽ മാത്രം ചെയ്യേണ്ട ഡയറ്ററി മെത്തേഡുകൾ മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ അവസ്ഥയും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ പ്രത്യേകിച്ചുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആഹാരത്തെ വളരെ സ്ട്രിക്റ്റോട് കൂടി റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് നേരം ഫാസ്റ്റിംഗ് പീരീഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എളുപ്പം ലഭിക്കേണ്ട എനർജിയുടെ അളവ് നമ്മൾ ഒരുപാട് നേരം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലും ഇതേപോലെ പ്രിൻസിപ്പിളാണ് സംഭവിക്കുന്നത്.
എന്നാൽ നമ്മൾ ദീർഘമായി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദീർഘമായി നമ്മൾ ചെയ്യേണ്ട ഡയറ്ററി മെത്തേഡാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിനെ അപ്പാടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡയറ്ററി പ്രോട്ടോകോൾ അത് ആരോഗ്യത്തിന് ഗുണകരമല്ല. പകരം ദീർഘമായി ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഫോം ചെയ്യാനും അത് കാരണമാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഭാഗമാണ് എന്ത് ഡയറ്റാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് എനർജി നൽകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും കലോറി എന്താണ് എന്നുള്ളത്. കലോറി എനർജിയുടെ ഒരു യൂണിറ്റാണ്. വെയിറ്റ് റിഡക്ഷന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കലോറിയിൽ തന്നെയാണ്. ശരീരത്തിന് ആവശ്യമുള്ള കലോറി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിൻ്റെ പ്രവർത്തനം കൃത്യമായി ചെയ്യാറുണ്ട്. എന്നാൽ അതിനെ ചെറിയ അളവിൽ കുറക്കുമ്പോൾ നമ്മുടെ ശരീരം അത് സ്റ്റോർഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ശരീരഭാരം കുറക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ കലോറി നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമുക്ക് ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നതാണ്. എന്താണ് ബാലൻസ്ഡ് ആയ ന്യൂട്രീഷൻ? നമുക്ക് പൊതുവേ ഈ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ പോലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മിനറൽസും വൈറ്റമിൻസും പോലുള്ള മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് ബാലൻസായി നമ്മുടെ ശരീരത്തിൽ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരു തരത്തിലുള്ള ന്യൂട്രിയൻ മാത്രം ഒഴിവാക്കി വെച്ചുകൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ ഭാരം കുറക്കുക എന്നുള്ളത് ആരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്ന ചില ഡയറ്ററി മെത്തേഡിൽ അത്തരത്തിലുള്ള ഡയറ്റിൻ്റെ അഡ്വൈസ് കൂടി ഞാൻ തരുകയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മീൽസിനെ നമ്മൾ മൂന്ന് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ ഫേസ് നമ്മൾ വെജിറ്റബിളിന് വേണ്ടി മാറ്റി വെക്കുക. രണ്ടാമത്തെ ഫേസ് പ്രോട്ടീനും അതുപോലെ ഫാറ്റിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. മൂന്നാമത്തെ ഫേസ് നമ്മൾ കാർബോഹൈഡ്രേറ്റിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഫേസിൽ നമുക്ക് നല്ല രീതിയിൽ മിനറലും വൈറ്റമിൻസും ലഭിക്കുന്നതാണ്. ആദ്യത്തെ ഫേസിൽ നിങ്ങൾ നല്ല രീതിയിൽ ബോയിൽ ചെയ്തതോ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള, അതായത് സലാഡ് പോലുള്ള വെജിറ്റബിൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ ഫേസിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ ചിരങ്ങ, കുമ്പളം പോലുള്ള വെജിറ്റബിൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ നിങ്ങൾ പൊതുവെ കഴിക്കുന്ന പൊട്ടാറ്റോ പോലുള്ള പച്ചക്കറികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ കമ്പാരേറ്റീവ്ലി കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയത് കൊണ്ടാണ്. എന്നാൽ രണ്ടാമത്തെ ഫേസിൽ നിങ്ങൾക്ക് കഴിക്കേണ്ട ആഹാരങ്ങളാണ് ഫാറ്റ്, ചീസ്, എഗ്, നട്ട്സ്, ഫിഷ് പോലുള്ള ഫാറ്റ്, അതുപോലെ ആവശ്യത്തിന് അടങ്ങിയുള്ള പ്രോട്ടീനും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്തിൽ കഴിക്കാം. മൂന്നാമത്തെ ഫേസാണ് കാർബോഹൈഡ്രേറ്റ്. അതിൽ നിങ്ങൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ലാത്ത കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അരി നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ അതിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഫേസിൽ പറഞ്ഞ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കേണ്ടത് 150 to 200 ഗ്രാമാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ ബൗൾ നമ്മൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ സലാഡായിട്ടോ കഴിക്കുക. ഇത് കഴിച്ചതിന് ശേഷം 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക. അതിനുശേഷം മാത്രം ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചീസ്, എഗ്, നട്ട്സ്, ഫിഷ് ഇതെല്ലാം നമുക്ക് എടുക്കാം. ഇതിലേതെങ്കിലും ഓപ്ഷനായിട്ട് വേണം എടുക്കാൻ. അതിൽ 50 to 100 ഗ്രാം ആയിരിക്കണം നമ്മൾ അതിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഫേസ് ഉറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം കാർബോഹൈഡ്രേറ്റ് നമ്മൾ അരിയാഹാരം കഴിക്കാവുന്നതാണ്. അരിയാഹാരം കഴിക്കുന്ന സമയത്ത് 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതുപോലെ 3 ഫേസായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം, ലഞ്ചിന് എടുക്കാം. എന്നാൽ ഡിന്നറിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് വെജിറ്റബിൾസ് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. വെജിറ്റബിൾസ് ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ സലാഡ്സ് ആയിട്ടോ കഴിക്കുക. അതോടൊപ്പം നിങ്ങൾ ഡിന്നറിന് വേണ്ടി കഴിക്കേണ്ടത് നട്ട്സുകൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ആഹാരം ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കലോറിയുടെ അളവ് പൊതുവെ ഒരു ദിവസം 1000 മുതൽ 1500 എന്ന ഒരു ലിമിറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിരിക്കും. ഇത് കലോറി ഡെഫിഷ്യറ്റ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ വളരെയധികം പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ബാലൻസ്ഡ് ന്യൂട്രിയൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഡിമാൻഡുകളെ നമ്മൾ നിരാകരിക്കുന്നുമില്ല. നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായ രീതിയിൽ ലോങ് ടേമായി വെയിറ്റ് റിഡക്ഷൻ പ്ലാൻ ഫോളോ ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും നമ്മുടെ വെൽത്ത് റിഡക്ഷൻ സീരീസിൽ മറ്റു വീഡിയോകൾ വരുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് മുഖേന അറിയിക്കുകയും ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടന്റുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.